വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 അപ് ടു എൻ വരെ. അപ്പോൾ എൻ നമ്മൾ കൊടുക്കുന്ന എത്രയാണോ അത്ര വരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിച്ച് തരാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് റീഡ് ചെയ്യണം, ഏത് നമ്പർ വരെയുള്ള സമ്മാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതായത് ലിമിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് വാല്യൂ ഏതാണോ ദാറ്റ് ഈസ് വാല്യൂ ഓഫ് എൻ. സോ എൻ്റെ റീഡ് ദ ലിമിറ്റ്. അപ്പോൾ ലിമിറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ആൻഡ് ക്ലോസ് ആയി അതിനുള്ളിൽ എൻ്റെ വാല്യൂ ഓഫ് എൻ. ഈ റീഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അതിന് നമ്മൾ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, അതിനുള്ളിൽ നമ്മൾ ഇൻറ്റീജറായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു. ഈ കൺവേർട്ട് ചെയ്ത വാല്യൂ നമ്മൾ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് വി ആർ യൂസിങ് എ വേരിയബിൾ കോൾഡ് ഐ ഈക്വൽ ടു 1 നമ്മൾ ഇനിഷ്യലി സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ ആവശ്യം എന്തായിരിക്കും, നമുക്ക് എത്ര നമ്പേഴ്സ് വരെ പോകണോ, നമ്മൾ നേരത്തെ ഫാക്ടോറിയൽ കേസിൽ പറഞ്ഞ പോലെ തന്നെ 1ൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അതിൻ്റെ കൂടെ *2 ചെയ്യണം, *3 ചെയ്യണം, *4 ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നമ്പേഴ്സ് നമ്മളിങ്ങനെ എടുത്തെടുത്ത് പോകണം അപ് ടു സം പർട്ടിക്കുലർ ലിമിറ്റ്. ഇവിടെ അതുപോലെ തന്നെ ഇപ്പോൾ 5 ആണ് നമ്മൾ എന്ന് കൊടുക്കുന്നതെങ്കിൽ 1 + 2 + 3 + 4 അങ്ങനെയൊക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പറിലേക്ക് പോവുക, അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത നമ്പർ എടുക്കുക, അതിൻ്റെ അടുത്ത നമ്പർ എടുക്കുക, അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൗണ്ടർ പോലെ യൂസ് ചെയ്യുന്നതാണ് ഈ ഐ എന്ന് പറഞ്ഞ വാല്യൂ. സോ അതുകൊണ്ട് 1 ആയിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ഈ സം കണ്ടുപിടിച്ചാൽ സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു വേരിയബിൾ വേണം. സോ വി ആർ യൂസിങ് ടോട്ടൽ. അതിൻ്റെ വാല്യൂ എന്താക്കി വെച്ചു, 0 ആക്കി വെച്ചു. അതിലേക്ക് നമ്മൾ ആഡപ്പ് ചെയ്ത് വെക്കുന്നു. നമ്മുടെ വൈൽ ലൂപ്പിലേക്ക് കയറി. സോ വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ് ഇനിഷ്യലി, എന്ന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, നമ്മൾ കൊടുക്കുന്ന എന്നിൻ്റെ വാല്യൂ 4 ആണെന്ന് കരുതുക. സം ഈക്വൽ ടു 10 കിട്ടണം. സോ ഐ ഈക്വൽ ടു ഇനിഷ്യലി 1 ആണ്, എൻ ഈക്വൽ ടു 4 ആണ്. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഐ. ടോട്ടൽ ഇപ്പോൾ ഓൾറെഡി 0 ആണുള്ളത്. സോ 0 പ്ലസ് ഐയിലെ വാല്യൂ ഇപ്പോൾ എന്തായിരുന്നു, 1 ആയിരുന്നു. സോ 0 + 1 ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ ആയി ടോട്ടലിൽ അപ്ഡേറ്റ് ചെയ്തു. ഐ ഈക്വൽ ടു ഐ + 1. അതിന് നമുക്ക് ഐ പ്ലസ് ഈക്വൽ ടു 1 എന്നും എഴുതാം. രണ്ടും സെയിം മീനിങ് ആണ്, ഒന്ന് ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ ആണെന്നേ ഉള്ളൂ. സോ ഐ ഈക്വൽ ടു ഐ + 1 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ എന്താകണം, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് അതിൽ ഐയിൽ തന്നെ കീപ്പ് ചെയ്യുക. സോ ഐയുടെ വാല്യൂ ഐ ഈക്വൽ ടു 1 ആയിരുന്നുണ്ടായിരുന്നത്. സോ 1 + 1 ആയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിട്ട് മാറി. നെക്സ്റ്റ് വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോയി, ഈ ലൂപ്പിലേക്ക് തന്നെ പോയി. സോ വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എന്നിന് ചേഞ്ച് ഒന്നുമില്ല, എൻ ഈസ് ഫോർ ഇറ്റ് സെൽഫ്. ഐയുടെ വാല്യൂ പക്ഷേ ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്, 2 ആയിട്ടുണ്ട്. സോ വൈൽ 2 ലെസ് ദാൻ ഈക്വൽ ടു 4 കണ്ടീഷൻ ട്രൂ ആണ്. 2 4നേക്കാളും ചെറുതാണ്. നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഐ. ടോട്ടലിൽ ഇപ്പോൾ നേരത്തെ ഇനിഷ്യലി 0 ആയിരുന്നു, ഇപ്പോൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു നമ്പർ ആഡ് ചെയ്തതിൽ 1 ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം, അടുത്ത നമ്പർ 2 ആഡ് ചെയ്യണം. സോ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഐ. ഐയിൽ ഇപ്പോൾ ഓൾറെഡി 2 ഉണ്ടല്ലോ, അപ്പോൾ ഈ 2 നമ്മൾ ഈ ടോട്ടലിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ടോട്ടൽ ഇപ്പോൾ 1 ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ഐ ആഡ് ചെയ്യും, ദാറ്റ് ഈസ് 2 ആൻഡ് വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 3. ടോട്ടലിൻ്റെ വാല്യൂ ഇപ്പോൾ 3 ആയി, അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ സം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വീണ്ടും ഐ ഈക്വൽ ടു ഐ + 1. അപ്പോൾ അതിയുടെ വാല്യൂ 2 ആയിരുന്നു. 2 ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തതായിട്ട് മാറും, 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആയിട്ട് മാറും. അപ്പോൾ അതിയുടെ വാല്യൂ 3. ഇനി വൈൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ, വീണ്ടും നമ്മൾ ഇവിടെ എത്തി, നമ്മുടെ കണ്ടീഷൻ്റെ അകത്ത് എത്തി. വൈൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇവിടെ 3 ആയി, കണ്ടീഷൻ ശരിയല്ലേ, 3 4നേക്കാളും ചെറുതാണ്. സോ ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഐ. ടോട്ടൽ ഇപ്പോൾ എന്തുണ്ട്, 3 ആണുള്ളത്. 3യുടെ കൂടെ എന്ത് വേണം, പ്ലസ് ഐ. ഐയുടെ വാല്യൂ എത്രയായിരുന്നു, ഐയുടെ വാല്യൂ 3 ആണ്. സോ ഐ പ്ലസ് ഐയുടെ വാല്യൂ വരുമ്പോൾ ഇവിടെ 3 വരും. സോ 3 + ഐ എന്ന് പറയുമ്പം ടോട്ടലിൽ ഓൾറെഡി നേരത്തെ ഉള്ള 3 ഉണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ ഐയിലെ 3യും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 3 + 3 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 6 കിട്ടി. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 നമ്പേഴ്സിൻ്റെ സമ്മായി. നെക്സ്റ്റ് അഗെയിൻ ഐ ഈക്വൽ ടു ഐ + 4. അപ്പോൾ ഐയുടെ വാല്യൂ 3 ആയിരുന്നു, ആ 3 ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് എന്തായിട്ട് മാറി, 4 ആയിട്ട് മാറി. വീണ്ടും നമ്മൾ കണ്ടീഷനിലെത്തി, വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇപ്പോൾ എന്താണ്, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. കണ്ടീഷൻ എന്താണ്, വീണ്ടും ട്രൂ ആണ്. ലെസ് ദാൻ മാത്രമാണെങ്കിൽ അതവിടെ ഫെയിൽ ആവും, പക്ഷേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് 4 ഈക്വൽ ടു 4 ആയതുകൊണ്ട് ആ കണ്ടീഷൻ ട്രൂ ആവും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്ന് എന്ത് ചെയ്തു, ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഐ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ വാല്യൂ എന്താണ്, 6 ആണ്. 6ൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം, +4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഐ ഈക്വൽ ടു ഐ + 1 ആക്കി. പൈയുടെ വാല്യൂ എന്തായിരുന്നു, 4 ആയിരുന്നു. അപ്പോൾ അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി, 5 ആയിട്ട് മാറി. പിന്നെ വീണ്ടും നമ്മൾ കണ്ടീഷനിലെത്തി, വൈൽ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. കണ്ടീഷൻ എന്തായി, ഫെയിലായി. അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി.
പ്രിന്റിലേക്ക് എത്തി. സോ പ്രിന്റ് ഫംഗ്ഷൻ വിളിച്ചു, ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും എഴുതി കാണിക്കണം, സം ഈസ് എഴുതി കാണിക്കണം, സം ഈക്വൾ ടു എഴുതി കാണിക്കണം. നമ്മളത് അങ്ങനെ ഡബിൾ കോട്സിനുള്ളിൽ കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കേണ്ട എന്താ, ഈ ടോട്ടലിൽ കിട്ടുന്ന വാല്യൂ, ദാറ്റ് ഈസ് കോമ നമ്മൾ യൂസ് ചെയ്ത് അടുത്ത വാല്യൂനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ വേരിയബിൾ കൊടുത്തു. അപ്പോൾ ആ വേരിയബിളുള്ള വാല്യൂ അതവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. നെക്സ്റ്റ് നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. 10 കൊടുക്കുകയാണെങ്കിൽ സം വിൽ ബി 55, അതായത് 1 + 2 + 3 + എക്സെട്ര അപ് ടു 10 വരെ കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 55 എന്ന് പറഞ്ഞ വാല്യൂ. നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ടു പ്രിന്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എ നമ്പർ. ഒരു നമ്പർ നമ്മൾ റീഡ് ചെയ്യുന്നു, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. വെച്ചാൽ ഇൻറ്റു 1, ഇപ്പോൾ 2 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ 2 × 1 = 2, 2 × 2 = 2 × 3 = എക്സെട്ര അപ് ടു 2 × 10 വരെയുള്ള വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരണം ആസ് എ ടേബിൾ. ഫസ്റ്റ് ഏത് നമ്പറിൻ്റെ ടേബിളാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ നമ്പർ റീഡ് ചെയ്യുക, ദാറ്റ് ഈസ് യൂസിങ് ദ ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇൻപുട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, അതിനുള്ളിൽ എൻ്റർ ദ നമ്പർ. അപ്പോൾ നമ്മൾ നമ്പർ ഏതാണോ കൊടുക്കുന്നത് അതിന് റീഡ് ചെയ്തു. കിട്ടുന്ന നമ്പർ നമുക്കറിയാം സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അതിനെ എന്താ കൺവേർട്ട് ചെയ്യണം, ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻഡിജറാക്കി കൺവേർട്ട് ചെയ്യണം. സോ ഇൻ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ്സ് ആണ് ഈ ബ്ലൂ, അതിനുള്ളിലാണ് നമ്മളുടെ ഇൻപുട്ട് ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ റീഡ് ചെയ്ത് ഇൻഡിജറാക്കി കൺവേർട്ട് ചെയ്ത വാല്യൂ നം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി i = 1 നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്ലയർ 1 ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 × 1 = 2 ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വരിക. അത് നെക്സ്റ്റ് ആണ് 2 × 2 വരിക, നെക്സ്റ്റ് ആണ് 2 × 3 വരിക. അപ്പോൾ ഫസ്റ്റ് 2 × 1 ആണ് വരേണ്ടത്. അതായത് ഫസ്റ്റ് മൾട്ടിപ്ലയർ നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്തു. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്കറിയാം 2 × 1 സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ 2 × 2, 2 × 3 എക്സെട്ര അപ്പ് ടു 2 × 10 വരെ ആയിരിക്കും നമ്മൾ നോർമലി കണ്ടുപിടിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ലൂപ്പിൻ്റെ എൻഡിങ് വാല്യൂ എന്തായിരിക്കുന്നത്, 10 ആയിട്ട് കൊടുത്തേക്കുന്നത്. സോ ഐയുടെ വാല്യൂ 1 തുടങ്ങി എവിടെ വരെ പോകണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, അതായത് 10 കൂടി എടുക്കണം. ലെസ് ദാൻ 10 ആണെങ്കിൽ 9 വരെ എടുക്കുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയതുകൊണ്ട് 10 കൂടി എടുക്കും. അതായത് 1 മുതൽ 10 വരെയുള്ള എല്ലാ വാല്യൂസും എടുക്കും. നമുക്ക് റൺ ചെയ്ത് നോക്കാം, എന്നിട്ട് നോക്കാം വാല്യൂ കിട്ടുക. ഇപ്പോൾ 3 എന്ന് പറഞ്ഞ ടേബിൾ കൊടുക്കുകയാണെങ്കിൽ അല്ല 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന നമ്മിൻ്റെ വാല്യൂ ആണ് ഈ 3 എന്ന് പറയുന്നത്. സോ നം = 3, i = എന്തായി 1 ആക്കി. സോ വൈൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും, ഐയുടെ വാല്യൂ 1 ആണ്. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കി, കണ്ടീഷൻ ട്രൂ ആണ്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഫസ്റ്റ് ലൈൻ പ്രിന്റ് ചെയ്യും, അതായത് ഈ ഒരു ലൈൻ പ്രിന്റ് ചെയ്യും, 3 × 1 = 3. സോ പ്രിന്റ് ഫംഗ്ഷനുള്ളിൽ നമുക്ക് 5 ടേംസ് കാണാം. ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. ആദ്യം നമുക്ക് എന്താ എഴുതണ്ടേ, 3 × 1 = 3 എന്നാണ് നമ്മുടെ ആൻസർ വേണ്ട. ഈ 3 നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ നമ്മിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ നം കൊടുത്തു. അപ്പോൾ നമ്മിൽ നിന്ന് ഈ 3 കിട്ടി. ഇനി ഇൻറ്റു കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റു ഒരു സ്ട്രിങ് ആയിട്ട് തന്നെ കൊടുത്തു വയ്ക്കണം, അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റു എന്ന് പറഞ്ഞ സ്ട്രിങ് നമ്മൾ കൊടുത്തു. അപ്പോൾ ആ ഇൻറ്റു എല്ലാത്തിനും അതേപടി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഈ നെക്സ്റ്റ് വരേണ്ട എന്താ, ഈ ഐയുടെ വാല്യൂ ആണ് നെക്സ്റ്റ് വാല്യൂ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഐ ഇനിഷ്യലി 1 ആയിരുന്നു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്താവണം 2 ആവണം, നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്താവും 3 ആവും, പിന്നെ 4 അങ്ങനെ പോകണം. അപ്പോൾ അതുകൊണ്ട് തേർഡ് വാല്യൂ നമ്മൾ ഐ കൊടുത്തു. ഇനിഷ്യലി അത് 1, സോ 3 × 1 വന്നു. ഇനി ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ കാണിക്കുന്നത് അതിനൊരു സ്ട്രിങ് ആക്കി ഡബിൾ കോട്സിനുള്ളിൽ കൊടുത്തു. സ്ട്രിങ് ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്തോളും. നെക്സ്റ്റ് കോമ കഴിഞ്ഞ് നം × i. അപ്പം നമ്മിൽ എന്തുണ്ട്, 3 ഉണ്ട്, ഐയിൽ എന്തുണ്ട് 1 ഉണ്ട്. സോ 3 × 1 ചെയ്തു, ആ വാല്യൂ 3 കിട്ടി, അതവിടെ ഡിസ്പ്ലേ ചെയ്തു. നെക്സ്റ്റ് i + = 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, i = i + 1 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ i ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ 2 ആയിട്ട് മാറി. സോ i ഇനിഷ്യലി 1 ആയിരുന്നു, ഇവിടെ വന്നപ്പോഴത്തേക്ക് i എന്തായിട്ട് മാറി, i = 1 + 1 = 2i. നെക്സ്റ്റ് വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് പോയി വൈൽ ലൂപ്പിലേക്ക് എത്തി. വൈൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, കണ്ടീഷൻ അപ്പോഴും എന്ത് തന്നെയാണ്, ട്രൂ തന്നെയാണ്. നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യണം, നമ്മിൽ എന്ത് വരും, വാല്യൂന് ചേഞ്ച് ഒന്നുമില്ല, എപ്പോഴും 3 തന്നെയായിരിക്കും. ഈ ഇൻറ്റു എന്ന് പറഞ്ഞ സിമ്പിളും അത് അങ്ങനെ തന്നെ എപ്പോഴും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഈ ഈക്വൽ ടു സിമ്പിൾ എന്ത് ചെയ്യും, അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. 2 വാല്യൂസിന് ചേഞ്ച് വരുള്ളൂ. ഏതൊക്കെയാണ്, ഈ ഐ മാറിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് നം × ഐ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്, 2 ആണ്. സോ 3 × 2 വരെ എത്തി, ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടണം, നം × ഐ. നമ്മിൽ 3 ഉണ്ട്, ഐയിൽ 2 ഉണ്ട്. സോ 3 × 2 6 എഴുതി. വീണ്ടും i = i + 1. അപ്പോൾ ഐയുടെ വാല്യൂ എന്തായിരുന്നു, 2 ആയിരുന്നു. അപ്പോൾ അതിന് 2ന് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2 + 1 = 3. ഐയുടെ വാല്യൂ 3 ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ലൂപ്പിലെത്തി. വൈൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ദാറ്റ് ഈസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ പ്രിൻറ്റ് ചെയ്യാണ്. 3 × ഐയുടെ വാല്യൂ 3 ഈക്വൽ ടു എന്ത് വരണം, നം × ഐ. നമ്മിൻ്റെ വാല്യൂ എന്താ 3 ആണ്, ഐയുടെ വാല്യൂ 3 തന്നെ. സോ
3 ഇൻറ്റു 3. അപ്പോൾ ഐയുടെ വാല്യൂ ഇവിടെ 3 ആണ്, നമ്പറിൻ്റെ വാല്യൂ 3 തന്നെ. സോ 3 ഇൻറ്റു 3 നമുക്ക് എന്ത് കിട്ടി? 9 കിട്ടി. നെക്സ്റ്റ് അഗെയിൻ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഇപ്പോൾ ഐയുടെ വാല്യൂ എന്തായിരുന്നു? 3 ആയിരുന്നു. 3 ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? ദാറ്റ് ഈസ് 4. വീണ്ടും നമ്മൾ വൈൽ ലൂപ്പിലെത്തി. സോ വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇവിടെ കണ്ടീഷൻ എന്താണ്? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കി. കണ്ടീഷൻ ഈസ് ട്രൂ. നമ്മൾ വീണ്ടും പ്രിൻറ്റ് ചെയ്യും. എന്ത് പ്രിൻറ്റ് ചെയ്യും? 3 ഇൻറ്റു ഐയുടെ വാല്യൂ 4 ആണ്. 4 ഈക്വൽ ടു വാല്യൂ എന്തായിരിക്കും? നം ഇൻറ്റു ഐ. നമ്മിൽ 3 ഉണ്ട്, ഐയിൽ 4 ഉണ്ട്. സോ 3 ഇൻറ്റു 4 12. ഞാൻ ബാക്കിയുള്ളത് ഓരോന്നും എല്ലാം ലിസ്റ്റ് എടുത്ത് പറയുന്നില്ല. അതങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. ഈ ലാസ്റ്റ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ഈക്വൽ ടു ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ 10 ആയി. 9 പ്ലസ് 1 10 കിട്ടി എന്ന് വെക്കുക. 10 ആയിരിക്കും നമ്മളോട് ഒന്ന് 10 ലെസ് ദാൻ ഈക്വൽ ടു കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ആ ഒരു ടേം കൂടി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരണം. സോ നം അതായത് 3 ഇൻറ്റു 10 ഈക്വൽ ടു എന്ത് കിട്ടും? 3 ഇൻറ്റു 10 30. അത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തായി? 10 പ്ലസ് 1 11 ആയി. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ എന്തായി? വൈ 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം ലൂപ്പിനുള്ളിൽ തന്നെ നമ്മൾ ടേബിളിലെ വാല്യൂസ് പ്രിൻറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ടേബിൾ ഓഫ് 8. അപ്പോൾ ഇതിങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ ശരിക്കും ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനുള്ളിലേക്ക് നമ്മൾ ആ വാല്യൂസ് നമ്മൾ വേണ്ടതുപോലെ അലൈൻ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്പർ, നെക്സ്റ്റ് എന്ത് വരണം? അടുത്ത മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പൽ, നെക്സ്റ്റ് വീണ്ടും ഐയുടെ വാല്യൂ, പിന്നെ ഈക്വൽ ടു എന്ന് പറഞ്ഞ സിമ്പൽ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക. പിന്നെ ലാസ്റ്റ് നമ്മുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുന്ന വാല്യൂസ് ഈ ഐ ആണ് ഈ 1 2 3 4 5 6 7 8 9 10 വരെ പോകുന്നത്. അതുപോലെ നം ഇൻറ്റു ഐ ആണ് ഈ 8 മുതൽ 180 വരെയുള്ള വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നത്.